ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, മാത്യു ചാപ്റ്റർ 6:9. ജീസസ് ടോട്ട് us to pray. നമ്മളെ പഠിപ്പിച്ചു, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ. അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധരായിരിക്കണം. സ്വർഗീയ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ, യേശു ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും വളരണം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഹാവ് ടു ഗ്ലോറിഫൈ ഗോഡ് വിത്ത് അവർ ബോഡി. 1 കൊരിന്ത്യർ 6:19-20 നമ്മൾ കണ്ടു. നമ്മുടെ ദേഹം, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം, മന്ദിരമാണ്. ദൈവം വസിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ഒരു മന്ദിരമാണ്. സർവശക്തനായ ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ എത്ര ദൈവഭയത്തോടും വിശുദ്ധിയോടും കൂടെ അവൻ്റെ അടുത്ത് നടക്കണം. എങ്ങനെ നടക്കണമെന്ന് നമ്മൾ പഠിക്കുന്നു. ഓരോ അവയവത്തെ പറ്റി നമ്മൾ പഠിക്കുന്നു, അല്ലേ? നമ്മുടെ മനസ്സെങ്ങനെ ഉണ്ടാകണം? നമ്മുടെ കണ്ണ് പരിശുദ്ധമായിരിക്കണം, നമ്മുടെ കാതുകൾ പരിശുദ്ധമായിരിക്കണം, നമ്മുടെ വായ്, നാവ്, അതുപോലെ ലിപ്സ് എല്ലാം പരിശുദ്ധമായിരിക്കണം. അതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ ഹൃദയം, നമ്മുടെ കൈകൾ, കാലുകളെല്ലാം, ശരീരമെല്ലാം പരിശുദ്ധമായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ എക്സാമ്പിൾ കണ്ടു. 1 Peter chapter 1:16. 1 പത്രോസ് 1:16 പറയുന്നു, ഗോഡ് ഈസ് സെയിങ് ബി ഹോളി ഫോർ ഐ എം ഹോളി. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ. അനേക സ്ഥലങ്ങളിൽ ബൈബിളിൽ പറയുന്നുണ്ട് നമ്മൾ പരിശുദ്ധരായിരിക്കണം എന്ന്. വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ആണ് ബൈബിളിൽ മൊത്തം വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:29 ദൈവം നമ്മളെ മുന്നമേ നിയമിച്ചു. അതായത് ഗോഡ് ഹാസ് ഫോർനോൺ us, he has predestined us. Those whom he predestined, he also called. Those whom he called, he also justified. And those whom he justified, he also glorified. അപ്പം നമ്മളെ ദൈവം മുന്നമേ അറിഞ്ഞു, നമ്മളെ രണ്ടാമത് ദൈവം വിളിച്ചു, മൂന്നാമത് നമ്മളെ നീതിമതികളാക്കി, നാലാമത് ദൈവം ഗ്ലോറിഫൈ ചെയ്തു, അതായത് മഹത്വീകരിച്ചു, നമ്മളെ മഹത്വപ്പെടുത്തി. യേശുവിനുള്ള മഹത്വം നമുക്ക് തന്നു, യേശുവിനുള്ള പവർ നമുക്ക് തന്നു, യേശുവിനുള്ള വിശുദ്ധി നമുക്ക് തന്നു. ദൈവത്തെ സ്വീകരിക്കുന്നവർ, ദൈവത്തെ ഫോളോ ചെയ്യുന്നവർ, അനുസരിക്കുന്നവർ, അവർക്ക് അവരുടെ ശരീരം എന്താണ്? ആത്മാവിൻ്റെ ശരീരം, പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ ഇച്ഛയനുസരിച്ച് നടക്കുകയില്ല. ഇന്നലെ നമ്മൾ കണ്ടു, ആത്മാവ് പറയുന്ന പോലെ ആത്മാവിനെ അനുസരിച്ച് വേണം നമ്മൾ നടക്കുക. നമ്മുടെ സ്പിരിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്മരിക്കുമ്പോഴും നമ്മുടെ ബോഡി മണ്ണിലേക്കെല്ലാം പുഴു തിന്നു പോകും. പക്ഷേ നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റ്, അതാണ് ദൈവത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സ്പിരിറ്റിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം, നമ്മുടെ ആത്മാവിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. ആത്മാവ് നഷ്ടം, ലോകമെല്ലാം നേടിയാലും നിങ്ങളുടെ ആത്മാവ് നശിച്ചാൽ ഫലം എന്ത് എന്ന് യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 9:25 പറയുന്നു. അപ്പോൾ നമ്മളുടെ മൊത്തം ഫോക്കസ് എന്തായിരിക്കണം? ദൈവരാജ്യം. ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്താൽ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഈ വചനം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കൊരു വിക്ടോറിയസ് ലൈഫാണ്, ഒരു ഫുൾഫിൽഡ് ലൈഫാണ്. അല്ലെങ്കിൽ എന്നും നിരാശയായിരിക്കും. ദിവസത്തിൻ്റെ അവസാനം, അയ്യോ ഇന്നൊന്നും ചെയ്തില്ലല്ലോ കർത്താവിന് വേണ്ടി, എന്തെങ്കിലും ചെയ്ത് അത് എഴുതി വെച്ച് നോക്കിക്കുക ഒരു ഡയറിയിൽ. അപ്പോൾ എന്ത് സന്തോഷമുണ്ട്, ഞാനിത് ചെയ്തു, എന്നിട്ടൊരു സ്റ്റാർ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ദൈവം സ്വർഗത്തിൽ 2 സ്റ്റാർ ഇടും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്നും ഒരു ഡെലിബറേറ്റ് ഡിസിഷനാണ്. ഐ വിൽ ഗ്രോ ഇൻ ഹോളിനെസ്. ഇന്ന് ഞാൻ വിശുദ്ധിയിൽ വളരാൻ പോകുന്നു. ഇന്ന് എൻ്റെ കണ്ണ് ഞാൻ നിയന്ത്രിക്കും, എൻ്റെ കാത് നിയന്ത്രിക്കും, എൻ്റെ നാവ്, എൻ്റെ വാക്ക് നിയന്ത്രിക്കും, എൻ്റെ കൈകൾ, അതായത് ചെയ്യാവുന്നതെല്ലാം കർത്താവിന് വേണ്ടി നന്മ മാത്രം ചെയ്യും. ദോഷമൊന്നും ചിന്തിക്കുകയില്ല, ദോഷമൊന്നും പറയുകയില്ല. നന്മ പ്രവൃത്തി ചെയ്യുവാൻ എൻ്റെ കർത്താവിനെ സഹായിക്കണമെന്ന് എന്നും ഒരു പ്രാർത്ഥന ചെയ്ത് ഡെലിബറേറ്റ് ഡിസിഷനാണ്. അങ്ങനെയാണ് യോബ് ചെയ്തത്, അങ്ങനെയാണ് പൗലോസ്ലിയ ചെയ്തത്, അങ്ങനെയാണ് യോസെഫ് he ran away from temptation, അങ്ങനെയാണ് ജീസസ് ഡിഡ്, ഡാനിയൽ, എല്ലാ ദൈവഭക്തന്മാരും അങ്ങനെയാണ് ബൈബിളിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താ എന്നും പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കണം, ഫാദർ യു ഷുഡ് പ്രേ
ഫാദർ, ബിക്കോസ് യു ഹാവ് സേവ്ഡ് മീ, ഐ ചൂസ് ടു ഡു യുവർ വിൽ. എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചത് കൊണ്ട് ഞാൻ അങ്ങയുടെ ചിത്തം ഞാൻ നിറവേറ്റും. മേ യുവർ വിൽ ബി ഡൺ ഇൻ മൈ ലൈഫ് എന്ന്. പിന്നെ ഫാദർ, ബിക്കോസ് യു ഹാവ് സേവ്ഡ് മീ, ഐ ചൂസ് ടു ബി ഒബീഡിയൻറ്റ്. ഇന്ന് ഞാൻ അങ്ങ് പറയുന്ന എല്ലാം ഞാൻ അനുസരിച്ച് ജീവിക്കും, അതിനുള്ള കൃപ തരണമേ. ഫാദർ, ബിക്കോസ് യു ഹാവ് ലവ്ഡ് മീ ആൻഡ് സേവ്ഡ് മീ, ഐ ചൂസ് ടു ലീഡ് എ ഹോളി ലൈഫ്. ഞാൻ ഒരു വിശുദ്ധ ജീവിതം, പിതാവ് എന്നെ സ്നേഹിച്ചു, പിതാവ് എന്നെ വിളിച്ചു, എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ ഒരു പരിശുദ്ധ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് എന്നും എല്ലാ ദിവസവും നിങ്ങളൊരു തീരുമാനമെടുക്കണം. ദീസ് ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് അല്ലേ? എവറി ഡേ ഇൻ ആ ലൈഫ് വി മേക്ക് ചോയ്സസ്. സം മേ ബി ഗുഡ്, സം മേ ബി ബാഡ്. നല്ല ചോയ്സ്, നല്ല തീരുമാനങ്ങൾ, നല്ല തിരഞ്ഞെടുപ്പ് അത് എടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പിന്നെ യു ഹാവ് ടു മേക്ക് എ കവനന്റ് വിത്ത് യുവർ ഐസ്. യു ഹാവ് ടു മേക്ക് എ കവനൻറ്റ്. നിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തിന് ഒരു നിബന്ധന ചെയ്യണം. വിത്ത് യുവർ ടങ്, വിത്ത് യുവർ ഹാർട്ട്, വിത്ത് യുവർ മൈൻഡ്, എല്ലാം കൊണ്ടും ദൈവമേ, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ വായു കൊണ്ട്, എൻ്റെ നാക്കുകൊണ്ട്, യെസ് ലോഡ്, ഐ വിൽ ഗ്ലോറിഫൈ വിത്ത് മൈ ഹാർട്ട്, വിത്ത് മൈ മൈൻഡ്. എൻ്റെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ ആരാധിക്കും, നിന്നെ മഹത്വപ്പെടുത്തും. ബിക്കോസ് ഐസ്, ആ മൗത്ത്, ആ ഫീറ്റ്, ആ ഇമോഷൻ നീഡ് ടു ബി സാങ്ക്ടിഫൈഡ് ബിക്കോസ് ആ ബോഡി ഈസ് ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്, എന്നും പറയണം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ എല്ലാ അവയവങ്ങളും, എല്ലാ ഓർഗൻസും ഞാൻ നിയന്ത്രിക്കും. ഞാൻ പരിശുദ്ധിയിലേക്ക് എന്നെ ദൈവം നടത്തും. ഇന്നലത്തേക്കാൾ വിശുദ്ധി ഇന്ന് എനിക്കുണ്ടാകും, ഇന്നലത്തേക്കാൾ വിശ്വാസം എനിക്കുന്നുണ്ടാകും, ഇന്നലത്തേക്കാൾ പ്രെയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതം, ഇന്നലത്തേക്കാൾ വചനം ഞാൻ ധ്യാനിക്കും, വായിക്കും, കർത്താവിനോട് നടക്കും, ഇന്നലത്തേക്കാൾ ഒരു ഇൻറ്റിമസി, ദൈവത്തോടൊരു അടുപ്പം എനിക്കുണ്ടാകും. ഇങ്ങനെയൊരു തീരുമാനം, അതാണ് യു ആർ ഗ്ലോറിഫൈയിങ് യുവർ ഫാദർ ഇൻ ഹെവൻ. ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഫാദർ ഇൻ ഹെവൻ, ഹോളി ബി യുവർ നെയിം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ. എന്നിൽ കൂടി നിന്നിൽ കൂടി വിശദീകരിക്കപ്പെടുന്ന ഇങ്ങനെയാണ്. ദൈവം അതിനെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ഹാവ് എ ബ്ലെസ്സഡ് ഡേ.